ബിഗ് ബോസ് മലയാളത്തിലെ ആദ്യ ഓണാഘോഷത്തിന് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം തയ്യാറെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അതെ, ബിഗ് ബോസ് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓണാഘോഷം, അല്ലെങ്കിൽ സീസൺ 1 ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. സീസൺ 1 ഒരു ഓണത്തിൻ്റെ സമയത്തായിരുന്നു. എന്നാൽ ആ ഒരു 2018 കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം, ഒരു പ്രളയത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടും കേരളം മൊത്തം ഒരു പ്രളയത്തിലായിരുന്നത് കൊണ്ടും ഓണാഘോഷമൊന്നും അത്ര കാര്യമായി നടന്നിരുന്നില്ല. എന്തായാലും ആദ്യം ഓണാഘോഷം ബിഗ് ബോസ് മലയാളം സീസൺ 7 തന്നെ എന്ന് പറയാം. കണ്ടസ്റ്റൻസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓണം സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെയാണ്. അതിൻ്റെ പ്രൊമോയും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിൻ്റെ ലൈവിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഗസ്റ്റ് ആരെങ്കിലും വരുമോ എന്നതിനെക്കുറിച്ച് ഇതുവരെയും ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ടീമോ പുറത്തുവിട്ടിട്ടില്ല. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം. ഒരു ദിവസം കൂടി വൈകിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഒരു ഡേറ്റ് നാളെയോ നാളെ കഴിഞ്ഞോ ആയിരുന്നെങ്കിൽ ലാലേട്ടൻ്റെ ഒരു സ്പെഷ്യൽ അപ്പിയറൻസോ അല്ലെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു. ഇന്നും ഒരു സർപ്രൈസ് ആയിട്ട് വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇതുവരെയും അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം. ഒരു ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള സെലിബ്രേഷൻസ് നടക്കുമ്പം എല്ലാ ബിഗ് ബോസ് സീസണുകളിലും ആ ഒരു സമയത്തെ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരാറുണ്ട്. ബിഗ് ബോസ് മലയാളത്തിൽ മാത്രമാണ് മോസ്റ്റ്ലി അങ്ങനെ കണ്ടുവരുന്നത്. മറ്റ് ലാംഗ്വേജുകളിലൊന്നും ഹോസ്റ്റ് അങ്ങനെ അധികം വരാറില്ല. ചില സമയത്ത് വരാറുണ്ട്, എന്നാൽ അധികം അങ്ങനെ വരാറില്ല. ബിഗ് ബോസ് മലയാളത്തിൽ സാധാരണ എല്ലാ വർഷവും ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് വരാറുള്ളതാണ്. ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് ലാലേട്ടൻ്റെ അവൈലബിലിറ്റി തന്നെ ആയിരിക്കണം പ്രശ്നം. എന്താണെങ്കിലും നമുക്ക് നോക്കാം, കാത്തിരിക്കാം. വരുമോ ഇല്ലയോ, അതോ ഇനി ഈ ഒരു വീക്കെൻഡ് എത്തുമ്പോൾ ലാലേട്ടൻ ഓണവുമായി ബന്ധപ്പെട്ട് ഓണം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കണ്ടസ്റ്റൻസിനെ കാണാൻ എത്തുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.